ഒരു മണിക്കൂർ മഴയൊന്ന് ആഞ്ഞു പെയ്താൽ മതി കേരളത്തിന്റെ തലസ്ഥാനവും വ്യവസായ നഗരിയും ഒക്കെ വെള്ളത്തിലാവാൻ. മഴക്കാലത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളിൽ നാം ഏറെ പിന്നിലാണ് എന്നോർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ അനുഭവം. കൊച്ചി കൈപ്പടമുകളിൽ വെള്ളം കയറിയതോടെ റോഡിന്റെ അതിരറിയാതെ കാർ ഓടയിൽ വീണത് ഇന്നലെ നമ്മൾ കണ്ടു. ഇന്ന് അതേ സ്ഥലത്ത് അതേ അപകടം ആവർത്തിച്ചത് ആരുടെ വീഴ്ചയാണ്? അധികൃതരുടെ അനാസ്ഥയാണോ എന്നുള്ള ചോദ്യം അത് ശക്തമായി തന്നെ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന്, യാത്രക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു കേൾക്കുന്നത് നമ്മൾ കണ്ടു. ഇൻഫോ പാർക്ക് വീണ്ടും വെള്ളത്തിലാവുന്ന കാഴ്ച ഇന്ന് നമ്മൾ കണ്ടു. കളമശ്ശേരി മൂലേപ്പാടത്ത് വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ കടകളിൽ വെള്ളം കയറുന്ന നിലയുണ്ടായി. തൃശ്ശൂരിലും കനത്ത മഴ തുടരുകയാണ്. അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറിയിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് മഴയുടെ സാഹചര്യം എന്താണ്, വെള്ളക്കെട്ടിന്റെ സാഹചര്യം എന്താണ് എന്നുള്ള കാര്യം പരിശോധിക്കുകയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ. പ്രതിനിധികൾ വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അതുപോലെ എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. എസ് ശ്രീകാന്തും കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ സൂരജ് സജി പങ്കുവയ്ക്കും. തിരുവനന്തപുരത്ത് എന്താണ് സാഹചര്യം എന്നുള്ള കാര്യം അജീഷ് ജയകുമാർ വിശദീകരിക്കും. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു, ഇപ്പോൾ ഏത് മേഖലയിലാണ് നിൽക്കുന്നത്? വിഷ്ണു, നേരത്തെ കലൂർ ആ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഉള്ള വെള്ളക്കെട്ട്, ജനങ്ങളുടെ ദുരിതം, ഗതാഗത കുരുക്ക്, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? മഴ ഇപ്പോഴും തുടരുന്ന നിലയുണ്ടോ വിഷ്ണു? വിജിത്ത്, മഴ ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ കലൂരിലെ വെള്ളക്കെട്ടിന് കുറവുണ്ടായിട്ടില്ല. ഏകദേശം 1 മണിക്കൂർ പിന്നിടുന്നു മഴ കുറഞ്ഞിട്ട്. അപ്പോഴും ഈ വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല എന്നുള്ളതാണ് ഗതാഗതത്തിനുൾപ്പെടെ വലിയ പ്രതിസന്ധി ആകുന്നത്. നേരത്തെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു. അത് പിന്നീട് വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഈ കലൂര് മേഖലകളിൽ ഉള്ളത്. കലൂര് മാത്രമല്ല, പനമ്പള്ളിനഗർ, കടവന്ത്ര ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകുന്നുണ്ട് എന്നൊരു ആശ്വാസ വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മഴയുമായി ബന്ധപ്പെട്ട് നഗരമേഖലകളിൽ രൂപപ്പെടുന്ന ഗതാഗത കുരുക്കാണ്. കനത്ത ഗതാഗത കുരുക്ക് ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പശ്ചാത്തലത്തിലുണ്ട്. നേരത്തെ ഇടപ്പള്ളിയിലും പാലാരിവട്ടത്തും സമാനമായ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഒപ്പം അപകടങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലവിൽ ആളുകൾ പറയുന്നുണ്ട്. പലയിടങ്ങളിലും റോഡുകളിൽ കുഴിയുണ്ട്. ഈ വെള്ളം വന്ന് ഈ കുഴി മൂടിക്കിടക്കുന്നത് കൊണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. പലയിടങ്ങളിലും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നു. അതിൽ തന്നെ ഇരുചക്ര വാഹനത്തിൽപ്പെടുന്ന ആളുകൾക്ക് വലിയ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനവുമായി ഇറങ്ങുന്ന ആളുകളൊക്കെ വലിയ ജാഗ്രത ഈ ഘട്ടത്തിൽ പുലർത്തേണ്ടതുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു. ഈ MG റോഡിൽ ഉൾപ്പെടെയുള്ള വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നിലവിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇത് സമീപ പ്രദേശത്ത് നടക്കുന്ന PWD വർക്കിന്റെ പ്രശ്നം, അത് നിർമ്മാണ പ്രവൃത്തികൾ കാരണമാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് എന്നാണ്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കും എന്നാണ് നിലവിൽ എഞ്ചിനീയർ നൽകുന്ന വിവരം. പക്ഷേ മഴ അടുത്ത മാസങ്ങളിലെല്ലാം ശക്തമായി വരുന്നു. അതിനു മുൻപ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ മറുപടി ഉണ്ടായിട്ടില്ല. ഈ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ എത്രയും അടിയന്തരമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വേണം. പല മേഖലകളിലും ശക്തമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു. എറണാകുളത്തിന്റെ നഗരമേഖലകളിൽ നിലവിൽ മഴ കാര്യമായി ബാധിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നലെ രാവിലെ നമ്മൾ കണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ മഴ ശക്തമായാൽ ഇത് ഇന്നലെ കണ്ടതിനേക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. ഈ വാഹനവുമായി പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളെല്ലാം വലിയ ശ്രദ്ധ പുലർത്തണം. വിജിത്ത്. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. കലൂർ ഭാഗത്ത് നിന്ന് ഉച്ചയ്ക്ക് ഒരു 3 മണി 4 മണി സമയം മുതലാണ് മഴ ശക്തമാകുന്ന നിലയിലേക്ക് പോയത്. തുടർന്ന് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുകയായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടതിന് സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ രൂക്ഷമായ നിലയിൽ പലയിടങ്ങളിലും വെള്ളം കയറുന്നത് നമ്മൾ കണ്ടു. റോഡുകളിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. സാധാരണ തന്നെ മഴയില്ലാത്ത സമയത്ത് തന്നെ വൈകുന്നേര സമയത്തൊക്കെ കൊച്ചിയിലുള്ള ഗതാഗത കുരുക്ക് എന്താണ് എന്നുള്ള കാര്യം പ്രേക്ഷകർക്കറിയാം. അത് ഇരട്ടിയാക്കുന്നു ഈ വെള്ളക്കെട്ട്. വലിയ ദുരിതത്തിൽ യാത്രക്കാർ, ഒപ്പം തന്നെ അപകട ഭീഷണിയായി കാനകളുണ്ട്. കാനകൾ ഏതാണ്, തോട് ഏതാണ്, റോഡ് ഏതാണ് എന്നൊന്നും മനസ്സിലാവാതെ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്ന നിലയും ഉണ്ടാകുന്നു. അതീവ ജാഗ്രത വെച്ചു പുലർത്തണം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. തൃശ്ശൂരിലേക്ക് പോയാൽ തൃശ്ശൂരിലും കനത്ത മഴ തുടരുകയാണ്. അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി വിവരങ്ങളുമായി ചേരുകയാണ്. സൂരജ്, തൃശ്ശൂർ നഗരത്തിന്റെ സ്ഥിതി എന്താണ്? വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഒഴിയുന്ന നിലയുണ്ടോ? മഴയുടെ സ്വഭാവം ഇപ്പോൾ എങ്ങനെയാണ്? ഏറ്റവും പ്രധാനം, അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതായിരുന്നു അവിടെ ആശുപത്രിയിലേക്ക് വെള്ളം കയറുന്നതും രോഗികളുടെ ദുരിതവുമൊക്കെ. ഇന്നും സമാനമായ രീതി ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ് സൂരജ്?
ടി.കെ. ഈ പ്രഖ്യാപനങ്ങൾ വെറും പാഴ്വാക്കാകുന്ന കാഴ്ചയാണ് നമുക്ക് തൃശ്ശൂരിലും കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ ഈ അശ്വിനി ആശുപത്രിയിൽ അടക്കം വെള്ളം കയറിയതിനെ തുടർന്ന് അടിയന്തര പ്രശ്നപരിഹാരം കാണുമെന്ന് അന്ന് ജില്ലാ ഭരണകൂടം അടക്കം അറിയിച്ചതാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളും എല്ലാം പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് തൃശ്ശൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മണിക്കൂറുകൾ മാത്രം, കേവലം മണിക്കൂറുകൾ മാത്രം പെയ്ത ഒറ്റ മഴയിൽ തൃശ്ശൂർ നഗരം വീണ്ടും മുങ്ങിയിരിക്കുന്നു. പ്രധാന റോഡുകളിലെല്ലാം തന്നെ വെള്ളം കയറി. അശ്വിനി ആശുപത്രിയിൽ കഴിഞ്ഞ തവണ 3 കോടിയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ആ ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ ഉണ്ടായിരുന്ന രോഗികളെ അടക്കം മുകളിലത്തെ നിലയിലേക്ക് മാറ്റി. അങ്ങനെ തൃശ്ശൂർ നഗരത്തിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് വീണ്ടും രൂപപ്പെട്ടിരിക്കുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിലുണ്ടായ വീഴ്ചയാണ് കഴിഞ്ഞ തവണ വെള്ളം കയറാൻ ഇടയാക്കിയതെന്ന് അന്നു തന്നെ ശക്തമായ വിമർശനം ഉണ്ടായതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രശ്നപരിഹാരം എന്നുള്ളതാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ ഒന്നും നടപ്പായില്ലെന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. മറ്റിടങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിരപ്പള്ളിയിലടക്കം കനത്ത മഴയാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വലിയ മുളംകൂട്ടം ഈ റോഡിലേക്ക് മറിഞ്ഞു വീണതിനെ തുടർന്ന് തുമ്പൂർ മൊഴിയിലാണ് ഈ ഗതാഗത തടസ്സം ഉണ്ടായത്. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഈ മേഖലയിൽ കുടുങ്ങി. പിന്നീട് വനംവകുപ്പെത്തി ഈ മുളയെല്ലാം മുറിച്ചു മാറ്റിയാണ് ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തൃശ്ശൂരിന്റെ മലയോര മേഖലയിലടക്കം വലിയ രീതിയിൽ മഴ തുടരുകയാണ്. നഗരത്തിലും ശക്തമായ മഴയാണ് തുടരുന്നത്. ടി.കെ. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു. ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറിയ അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ വെള്ളം കയറുന്ന നിലയുണ്ടായിരുന്നു. യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം, വിമർശനം അത് ശക്തമായി നിൽക്കുകയാണ്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യം, കടകളിലേക്ക് വെള്ളം കയറുന്ന നില, താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി, ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന കാഴ്ചകൾ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കളമശ്ശേരി മൂലേപ്പാടത്ത് വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയ ആളുകളെ അവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക്, അവരുടെ ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. എസ് ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കൊച്ചിയുടെ പൊതുവായുള്ള സാഹചര്യം നമ്മൾ പരിശോധിച്ചു. പല മേഖലകളിലും വലിയ പ്രതിസന്ധി ആളുകൾ അഭിമുഖീകരിക്കുന്നുണ്ട്, ജനം അഭിമുഖീകരിക്കുന്നുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറുന്നതും ഗതാഗത കുരുക്കും, അങ്ങനെ പലതരത്തിൽ ആ പ്രതിസന്ധിയുണ്ട്. കളമശ്ശേരിയിലെ സാഹചര്യം നേരത്തെ ശ്രീകാന്ത് പങ്കുവച്ചിരുന്നു. ആ മൂലേപ്പാടത്ത് ഭാഗത്തു നിന്നുള്ള വിവരങ്ങളൊക്കെ, ഇവരെയൊക്കെ സുരക്ഷിതമായി മാറ്റാൻ കഴിയുന്നുണ്ടോ? അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ടോ ശ്രീകാന്ത്? ഞാനിപ്പോൾ നിൽക്കുന്നത് HMT കളമശ്ശേരി HMTക്ക് സമീപം മൂലേപ്പാടം എന്ന സ്ഥലത്താണ്. ഏതാണ്ട് 100-400 കുടുംബങ്ങളുണ്ട് ഈ മേഖലയിൽ. റീജിത്ത്, ഇവിടെ 2 മണിക്കൂർ പെയ്ത മഴയിൽ ഈ പ്രദേശമാകെ മുങ്ങിയ അവസ്ഥയിലാണ്. ഇവിടെ ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടാൽ മനസ്സിലാകും. ഇവിടെ ഇനി വീടുകളിലേക്ക്, ഒട്ടുമിക്ക വീടുകളിലേക്കും വെള്ളം പൂർണ്ണമായും കയറിയ അവസ്ഥയിലാണ്. പല വീടുകളിൽ നിന്നും ആളുകൾ ഇപ്പോൾ ഒഴിഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും സമയമൊക്കെ തന്നെ വെള്ളം ഇറങ്ങും എന്ന് പ്രതീക്ഷിച്ച് നിന്ന ആളുകളുണ്ട്. പക്ഷേ അവരിപ്പോൾ ഇവിടെ നിന്നും പുറത്തേക്ക്, ഈ പ്രദേശത്തു നിന്നും പൂർണ്ണമായും മാറുകയാണ്. നേരത്തെ എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ചെറിയ ചില സാങ്കേതിക തടസ്സമുണ്ട്. അല്പസമയത്തിനകം തന്നെ ശ്രീകാന്തിലേക്ക് തിരികെ എത്താം എന്ന് കരുതുകയാണ്. ശ്രീകാന്ത് വിവരങ്ങൾ പങ്കുവച്ചത്, ദൃശ്യങ്ങൾ പങ്കുവച്ചത് കളമശ്ശേരി മൂലേപ്പാടത്ത് നിന്നാണ്. അവിടെ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. വീടുകൾക്കകത്തേക്ക് വെള്ളം കയറുന്ന നിലയുണ്ടായിട്ടുണ്ട്. 100-400 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണത്. ആ ഏരിയയിലാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. ഫയർഫോഴ്സിന്റെ ബോട്ടിൽ അവിടെ നിന്ന് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. ഇനി കൂടുതൽ പേരെ മാറ്റേണ്ടതുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ പൂർണ്ണമായി ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യവും പ്രധാനമാണ്. എസ് ശ്രീകാന്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീകാന്ത്, തുടരാം. ശ്രീകാന്ത്, ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞു നിർത്തിയിടത്ത് നിന്നും തുടങ്ങിയാൽ ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കണം റീജിത്ത്. ഇത് നമുക്ക് പരമാവധി കാണിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി കാണിക്കുന്നുണ്ട്. പല വീടുകളുടെയും താഴത്തെ നിലയിലേക്ക്, അവരുടെ വീടുകൾക്കുള്ളിലേക്കൊക്കെ തന്നെ വെള്ളം കയറി കഴിഞ്ഞു. ഈ റോഡ് അവസാനിക്കുന്ന ഭാഗത്തൊക്കെ വീടുകളിൽ പൂർണ്ണമായും വെള്ളം കയറിയ അവസ്ഥയിലാണ്. നമുക്ക് അങ്ങോട്ട് നീങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ്. ഏതാണ്ട് അരയ്ക്ക് മുകളിലേക്ക് വരെ വെള്ളം എത്തിക്കഴിഞ്ഞു. 400-ലധികം കുടുംബങ്ങളുള്ള മേഖലയാണ് ഇത്. ഈ റോഡ്, ഇതൊരു താഴ്ന്ന പ്രദേശമാണ്. ഈ താഴ്ന്ന പ്രദേശത്ത് ഇന്നലെയും പരമാവധി എല്ലാ വീടുകളിലേക്കും വെള്ളം കയറി ആളുകൾ മാറിയതാണ്. ഇന്ന് രാവിലെ എത്തി വീടുകൾ ക്ലീൻ ചെയ്ത് വീണ്ടും താമസം തുടങ്ങിയപ്പോൾ ഇന്ന് വൈകിട്ട് 2 മണിക്കൂർ മഴ പെയ്തതേ ഉള്ളൂ. കാനകൾ പലതും ഇപ്പോഴും ബ്ലോക്കായി കിടക്കുകയാണ്.
വെള്ളം കൃത്യമായി ഒഴുകുന്നില്ല. ഈ പ്രതിസന്ധിയുണ്ട്. പല ആളുകളും ഇപ്പോഴും മാറാൻ കൂട്ടാക്കിയിട്ടില്ല. ഇവിടെ നിന്നും ഒരു പക്ഷേ വെള്ളം ഇറങ്ങും എന്ന പ്രതീക്ഷയിലാണ് അവരിപ്പോഴും ഉള്ളത്. ഈ മൂലപ്പാടത്ത് മാത്രമല്ല ഈ പ്രശ്നം, ഇതിന് തൊട്ടടുത്ത കളമശ്ശേരി മേഖലയിലെമ്പാടും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിക്കൊണ്ടേയിരിക്കുകയാണ്. വലിയ വെള്ളക്കെട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കോളുകൾ ഇങ്ങനെ വരുന്നു. തൃക്കാക്കര മേഖലയിലുണ്ട്. അതോടൊപ്പം ഇൻഫോ പാർക്ക് മേഖലയിൽ ഈ കടമ്പ്രയാറ് വഴി വെള്ളം ഒഴുകാത്തത് മൂലം വലിയ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. മാത്രമല്ല ഈ കൈപ്പട മുകളിൽ ഇന്നലെ ഒരു കാറ് കാനയിലേക്ക് വീണിരുന്നു. അതേ സ്ഥലത്ത് തന്നെ ഇന്ന് വീണ്ടും ഒരു കാറ് പതിക്കുന്ന സാഹചര്യമുണ്ടായി. നഗരത്തിൽ ഇടപ്പള്ളി പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. കൊച്ചി നഗരത്തിൽ ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റി, തൃക്കാക്കര മുനിസിപ്പാലിറ്റി, അതോടൊപ്പം തന്നെ കൊച്ചി കോർപ്പറേഷൻ, ഇതിന് കീഴിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വെള്ളക്കെട്ടില്ലാത്ത താഴ്ന്ന പ്രദേശങ്ങളില്ല എന്ന അവസ്ഥയിലാണ്. ഈ മൂലപ്പാടത്ത് നിന്നും ഉടനടി പരമാവധി ആളുകളെ ഇവിടെ നിന്നും ഒഴിപ്പിച്ചില്ലെങ്കിൽ വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറി അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. പരമാവധി ആളുകളെ മാറ്റുന്നുണ്ട്. ചിലർ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. പക്ഷേ മഴ ശക്തമാവുകയാണ്. മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ അത്രയധികം ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല, ഇരുട്ടായതിനാൽ. മുന്നോട്ടേക്ക് പോകുമ്പോൾ ഏതാണ്ട് അരയ്ക്ക് മുകളിലേക്ക് വരെ വെള്ളമുണ്ട്. 100-400 കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയാണ്. മഴയ്ക്ക് ശമനമില്ല. കളമശ്ശേരി മേഖലയിൽ അതീവ ജാഗ്രതയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. റീജിത്ത്. ശരി, ശ്രീകാന്ത് കളമശ്ശേരിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എബിൻ ജോസ് കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. എബിൻ ജോസ് വാഴക്കാല മേഖലയിലാണ്, ആ പരിസരത്താണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എബിൻ, എന്താണ്, എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോഴവിടെയുള്ള സാഹചര്യം എന്താണ് എബിൻ? വാഴക്കാല മേഖലയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളക്കെട്ടും രൂക്ഷമാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ പ്രദേശത്തെ മിക്ക വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യം, വഴിയിൽ വെള്ളം കയറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും ഗുരുതരമായി പറയേണ്ടത്, ജോലിക്ക് പോയ ആളുകൾക്കൊന്നും തിരിച്ചു വരാൻ വീടുകളിലെത്താൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. കാരണം പ്രധാന റോഡുകളെല്ലാം തന്നെ വെള്ളം കയറി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വീടുകളിലേക്ക് പോകുന്ന വഴികൾ വെള്ളം കയറി കിടക്കുകയാണ്. വാഹനങ്ങൾ കടന്നു പോവാത്ത സാഹചര്യമുണ്ട്. ഗതാഗത തടസ്സമുണ്ട്. ഈ രൂക്ഷമായ പ്രതിസന്ധിയാണ് ഈ മേഖലയിലെല്ലാം തന്നെ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ വലിയ വെള്ളക്കെട്ടുണ്ടായ പ്രദേശമാണ് ഇവിടെ. ആ മേഖലയിൽ തന്നെയാണ് വീണ്ടും ഇന്നും വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത്. മഴയ്ക്കൊരു ശമനവുമില്ല. ശക്തമായ മഴയുണ്ട്. ഈ റോഡുകളിൽ വെള്ളം ഒഴുകുന്നത് ഏകദേശം തോടുകളിലെ പോലെ തന്നെയാണ്. ശക്തമായ ഒഴുക്കാണ്. നമുക്ക് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് വെള്ളം ഒഴുകുന്നത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ഭയാശങ്കയിൽ തന്നെയാണ് ആളുകൾ നിൽക്കുന്നത്. കാരണം ഇന്നലെ വെള്ളം കയറി ഗൃഹോപകരണങ്ങൾ നശിച്ച വീടുകളുണ്ട്. ആ രീതിയിലാണ് ഇപ്പോഴും നിലവിൽ സാഹചര്യം നിലനിൽക്കുന്നത്. ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെടുന്നുണ്ട്. റീജിത്ത്. എബിൻ ജോസ് വാഴക്കാലയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. മുട്ടറ്റം വെള്ളം കയറുന്ന നിലയുണ്ട്. നേരത്തെ എബിൻ സൂചിപ്പിച്ചതുപോലെ പലരും രാവിലെ ജോലിക്ക് പോയതാണ്. അവർക്കൊക്കെ വീടുകളിലേക്ക് വാഹനവുമായി എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറുന്ന നില. ഇന്നലെ വീടുകളിലേക്ക് വെള്ളം കയറിയപ്പോൾ ഇന്ന് രാവിലെ അതിൻ്റെ ഒരു ശുചീകരണമൊക്കെ നടക്കുകയായിരുന്നു വീടുകളിൽ. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണി 4 മണിയോടുകൂടി മഴ വീണ്ടും ശക്തമാവുകയായിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയായിരുന്നു. വീടുകളിലേക്ക് വെള്ളം എത്തുകയായിരുന്നു. മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെ നമുക്ക് പരിശോധിക്കണം.